മാറ്റങ്ങൾ നല്ലതാണ്. ആ മാറ്റങ്ങളെ നല്ലതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും. അതേസമയം കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മാറ്റങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഷേധങ്ങളും നിരാശയും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇപ്പം തപാൽ വകുപ്പിൽ തന്നെ IDC നടപ്പിലാക്കുന്നു. IDC എന്ന് ഇൻഡിപെൻഡൻറ്റ് ഡെലിവറി സെൻറ്റർ. അപ്പോൾ ഒരു ഡെലിവറി സെൻറ്ററിൽ 15 കിലോമീറ്റർ ദൂരെയായിരിക്കും ഡെലിവറി സെൻറ്റർ വരുന്നത്. അതിനടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളെ എല്ലാം അത് ബാധിക്കുമെന്ന് പറഞ്ഞാൽ അവർ ഡെലിവറി ഏജൻറ്റ്സ് അവിടെയുള്ളവരെല്ലാം കൂടെ ഒരു ഡെലിവറി സെൻറ്ററിലേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ദൂരെയുള്ള ആളുകൾക്ക് പോലും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ IDCയിൽ ചെന്ന് സാധിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ അവരുടെ സാധനങ്ങൾ ഇപ്പം അഡ്രസ്സ് ചേഞ്ച് അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം IDCയിൽ പോയി അവർ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ കസ്റ്റമേഴ്സിന് വളരെ ദൂഷ്യമായി വരുന്ന ആ മാറ്റങ്ങൾ നമ്മൾ ആരുടെ എതിർപ്പും വകവയ്ക്കാതെ നടത്തിയതുകൊണ്ട് കാര്യമില്ല. തപാൽ വകുപ്പിനെ തന്നെ അത് ബാധ്യത ആകും. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോകുന്നത് BSNLനോടൊപ്പം തപാൽ വകുപ്പിനെയും കൂടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്ക നടപടിയായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനെ നമ്മൾ പ്രതിഷേധിച്ച് തന്നെ തീരണം. ആ ഒരു പ്രതിഷേധത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പങ്കെടുക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു.